ഹലോ ആൾ എല്ലാവർക്കും ആയിട്ട് മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2023 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ 51 മുതൽ 75 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് 51ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ റിലേഷൻ ടു ജനനി സുരക്ഷാ യോജന. ഓക്കെ, സോ ജനനി സുരക്ഷാ യോജനയെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, it is a safe motherhood intervention of the state health departments. Second statement, its objective is to reduce maternal and neonatal mortality among poor pregnant women. Third statement, it aims to promote institutional delivery among poor pregnant women. Then fourth statement, its objective includes providing public health facilities to sick infants up to 1 year of age. So ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഓൺലി 1, ഓപ്ഷൻ ബി ഓൺലി 2, ഓപ്ഷൻ സി ഓൺലി 3, ഓപ്ഷൻ ഡി ഓൾ 4. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കാം. ജനനി സുരക്ഷാ യോജന. ഓക്കെ, ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്താണ്, എന്തോ സംതിങ് റിലേറ്റഡ് ടു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സേഫ് മദർഹുഡ് ഇൻ്റർവെൻഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ, സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഹെൽത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതിൻ്റെ കീഴിലായിരിക്കും വരുന്നത്, മിക്കതും എന്താണ്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ കൂടുതലും വരുന്നത് സെൻട്രലി സ്പോൺസേഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നു, അതെന്താണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. കാരണം ഇത് ആരാണ് സ്പോൺസർ, സെൻട്രലി 100% സെൻട്രലി സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ് എന്ന് പറയുന്നത് ജനനി സുരക്ഷാ യോജന എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് 100% സെൻട്രലി സ്പോൺസേഡ്. ബൈ ഹോം? ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഇതെങ്ങനെയാണ്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് നടത്തുന്നത്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ഓക്കെ, സോ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നത്. സോ ഇറ്റ്സ് 100% സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, its objective is to reduce maternal and neonatal mortality among poor pregnant women. ഓക്കെ, സോ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് എന്തെന്ന് പറയുന്നത്, ടു റെഡ്യൂസ് മെറ്റേണൽ ആൻഡ് നിയോനാറ്റൽ മോർട്ടാലിറ്റി എമോങ് പുവർ പ്രഗ്നൻറ്റ് വുമൻസ്. സോ അതെന്താണ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എമോങ് പുവർ പ്രഗ്നൻറ്റ് വുമൺ. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്, കാരണം അതിൻ്റെ മറ്റൊരു എയിമാണ് എന്തെന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എമോങ് പുവർ പ്രഗ്നൻറ്റ് വുമൺ. സോ അതും എന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, കാരണം എന്താണ് ചൈൽഡ് വെൽത്തിൻ്റെ ടൈമിൽ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും അതുപോലെ എന്താണ് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഇവർക്ക് കൊടുക്കുക, പ്രഗ്നൻറ്റ് വുമൺസിന് കൊടുക്കുക, അതെന്താണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എയിമായിരുന്നു. സോ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ്, its objective includes providing public health facilities to sick infants up to 1 year of age. Okay, so providing public health facilities to sick infants up to 1 year of age. ഇത് പക്ഷേ എന്താണ് നമ്മുടെ ജനനി സുരക്ഷാ യോജന സ്കീമിൻ്റെ അണ്ടറിൽ വരുന്നതല്ല. ഓക്കെ, പകരം ഇത് വരുന്ന ഏതാണ്, ജനനി ശിശു സുരക്ഷാ കാര്യക്രം. ഓക്കെ, സോ ജനനി ശിശു സുരക്ഷാ കാര്യക്രം JSSK, ഇതിൻ്റെ അണ്ടറിലാണ് ഏത് വരുന്നത്, പ്രൊവൈഡിങ് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ടു സിക്ക് ഇൻഫൻസ് അപ് ടു 1 year of age. അത് ജനനി സുരക്ഷാ യോജനയുടെ അണ്ടറിൽ വരുന്നതല്ല. സോ ഈ സ്കീമിനെ പറ്റി നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, കാരണം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം, കാരണം സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ കൂടുതലും വരുന്നത് എന്താണ് സെൻട്രൽ ഗവൺമെൻറ് കീഴിലായിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പക്ഷേ ലാസ്റ്റ് എന്താണ് നമുക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം അതിന് മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് പ്രൊവൈഡിങ് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി ടു സിക്ക് ഇൻഫൻസ് അപ് ടു 1 year of age എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത് വേണമെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആവാം, പക്ഷേ എന്താണ് ഇവിടെ അതിന് ഒബ്ജക്റ്റ് ഇല്ല. അത് ഏതിൻ്റെ കീഴിലാണ്, ജനനി ശിശു സുരക്ഷാ കാര്യക്രമത്തിൻ്റെ അണ്ടറിലാണ് ആ ഒരു പദ്ധതി വരുന്നത്. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. അപ്പോൾ ആൻസർ 2 and 3 ഓൺലി ആയിരിക്കും. അപ്പോൾ ഏതായിരിക്കും, ഓപ്ഷൻ ബി ആണ്, ഓൺലി 2, 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ റൈറ്റ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ്, കൺസിഡർ the following statements in the context of intervention being undertaken under Anemia Mukt Bharat strategy. Okay, again another scheme ആണ് Anemia Mukt Bharat strategy. It provides prophylactic calcium supplementation for preschool children, adolescents and pregnant women. Second statement, it runs a campaign for delayed cord clamping at the times of childbirth.
Third statement, it provides for periodic deworming to children and adolescents. Fourth statement, it addresses non-nutritional causes of anemia in endemic pockets with a special focus on malaria, hemoglobinopathies and fluorosis. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത് റിലേറ്റഡ് ടു അനീമിയ മുക്ത് ഭാരത് സ്ട്രാറ്റജി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് prophylactic calcium supplementation for preschool children, adolescents and pregnant women. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താണ്? കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് ഈ ഒരു അനീമിയ മുക്ത് ഭാരത് സ്ട്രാറ്റജി എന്താണ്? കാൽസ്യം അല്ല വരുന്നത്, പകരം ഏതാണ് അവിടെ? അയൺ ആൻഡ് ഫോളിക് ആസിഡാണ് വരുന്നത്. ഓക്കെ, സോ അവിടെ കാൽഷ്യം അല്ല, പകരം ഏതാണ്? അയണും ഫോളിക് ആസിഡുമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊഫൈലാറ്റിക് കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ അല്ല, പകരം ഏതാണ്? അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഫോർ പ്രീ സ്കൂൾ ചിൽഡ്രൻ, അഡോളസൻസ് ആൻഡ് പ്രഗ്നൻറ്റ് വുമൻസ്. ഓക്കെ, സോ അയണും ഫോളിക് ആസിഡുമാണ് സപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലാതെ കാൽഷ്യം അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പം റോങ് ആയി. Then second one, it runs a campaign for delayed cord clamping at the time of childbirth. So അതിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റൺസ് എ ക്യാമ്പയിൻ ഫോർ ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഇത് വഴി എന്താണ് ന്യൂ ബോൺസിന് അയണിൻ്റെ കണ്ടൻറ്റ് കൂടാനായിട്ട് ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് പറയുന്നത് പ്രൊവൈഡ്സ് ഫോർ പീരിയോഡിക് ഡീവോമിങ് ടു ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. ഓക്കെ, പീരിയോഡിക് ഡീവോമിങ്ങിന് എന്താണ് ഇത് കാരണമാണ്? അത് ചിൽഡ്രൻസിനും അഡോളസൻസിനും കൊണ്ടുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വേംസ് ഒക്കെ എന്താണ് അത് കൂടുതലും നമ്മുടെ ബോഡിയിലെ ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്യാനായിട്ട് കാരണമാണ്. സോ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് അതുവഴി കിട്ടത്തില്ല. പക്ഷേ പീരിയോഡിക് ഡീവോമിങ് ചെയ്യുന്ന വഴി എന്താണ് ചിൽഡ്രൻസിനായാലും അഡോളസൻസിനായാലും എന്താണ് കൃത്യമായിട്ട് ന്യൂട്രിയൻസ് അവരുടെ ബോഡിയിൽ അബ്സോർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അത് ഹെൽത്തിന് ഒരുപാട് ബെനിഫിഷ്യലാണ്. സോ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഇറ്റ് അഡ്രസ്സസ് നോൺ ന്യൂട്രീഷണൽ കോസസ് ഓഫ് അനീമിയ ഇൻ എൻഡമിക് പോക്കറ്റ്സ് വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ മലേറിയ, ഹീമോഗ്ലോബിനോപ്പത്തീസ് ആൻഡ് ഫ്ലൂറോസിസ്. ഓക്കെ, സോ ഇത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഇറ്റ് അഡ്രസ്സസ് നോൺ ന്യൂട്രീഷണൽ കോസസ് ഓഫ് അനീമിയ ഇൻ എൻഡമിക് പോക്കറ്റ്സ് വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ മലേറിയ, അതുപോലെ ഹീമോഗ്ലോബിനോപ്പത്തീസ്. ഹീമോഗ്ലോബിനോപ്പത്തീസ് എന്ന് വെച്ചാൽ നമ്മുടെ സിക്കിൾ സെൽ അനീമിയ പോലുള്ള ഡിസീസൊക്കെ എന്താണ് ഈ ഹീമോഗ്ലോബിനോപ്പത്തീസിൽ വരുന്നതാണ്. ആൻഡ് ഫ്ലൂറോസിസ്. ഓക്കെ, സോ ഇതെല്ലാം എന്താണ് അനീമിയ ഓവർസനാക്കാനുള്ള കണ്ടീഷൻസ് ആവും. ഓക്കെ, ഇങ്ങനെയൊക്കെ വന്നാൽ അനീമിയ ഓവർസനാക്കാനുള്ള പ്രശ്നങ്ങളാവും. സോ അതുകൊണ്ട് എന്താണ് അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? 2, 3 ആൻഡ് 4 ആണ്. ഓപ്ഷൻ സി ഓൺലി 3 ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എന്താണ് അനീമിയ മുക്ത് ഭാരത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കാൽസ്യം സപ്ലിമെൻറ്റേഷൻ അല്ല, പകരം അയൺ ആൻഡ് ഫോളിക് ആസിഡാണ് സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് 52ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. നെക്സ്റ്റ് 53. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Carbon fibers are used in the manufacture of compounds used in the automobiles and aircraft. Second one, carbon fibers once used cannot be recycled. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. Carbon fibers are used in the manufacture of compounds used in automobiles ആൻഡ് എയർക്രാഫ്റ്റ്. ഓക്കെ, ഓട്ടോമൊബൈൽസും എയർക്രാഫ്റ്റും എന്താണ് കാർബൺ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ കാർബൺ ഫൈബേഴ്സ് കൊണ്ട് ഓട്ടോമൊബൈൽസിൻ്റെയും അതുപോലെ എയർക്രാഫ്റ്റിൻ്റെയൊക്കെ കോമ്പണൻസ് മാനുഫാക്ചർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ഇതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഓട്ടോമൊബൈൽസിൻ്റെ ആയാലും എയർക്രാഫ്റ്റിൻ്റെയൊക്കെ ആയാലും എന്താണ് പാർട്സും അല്ലെങ്കിൽ എന്താണ് വേറെ കോമ്പണൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് എന്താണ് കാർബൺ ഫൈബേഴ്സ് യൂസ് ചെയ്യാം. കാരണം എന്തൊക്കെയാണ് കാർബൺ ഫൈബേഴ്സിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കേസ് ഹൈ സ്ട്രെങ്ത് ആണ് അവർ. ഓക്കെ, സോ ഹൈ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ. ദെൻ രണ്ടാമത് പറയുന്നത് റിജിഡിറ്റി ഉണ്ട്. സോ ദേ ഹാവ് റിജിഡിറ്റി. ദെൻ ഹീറ്റ് റെസിസ്റ്റൻസ്. സോ ഇതൊക്കെ എന്താണ് കാർബൺ ഫൈബേഴ്സിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഉപയോഗങ്ങളാണ്. ഹൈ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ ആണ്. ദെൻ ദേ ഹാവ് റിജിഡിറ്റി ആൻഡ് ദേ ഹീറ്റ് റെസിസ്റ്റൻസും ഉണ്ട്. ഓക്കെ, നല്ലൊരു ഹീറ്റ് റെസിസ്റ്റൻസും ഉണ്ട്. സോ അതുകൊണ്ട് എന്താണ് ഈ കാർബൺ ഫൈബേഴ്സ് നമുക്ക് ഓട്ടോമൊബൈൽസിൻ്റെ എയർക്രാഫ്റ്റിൻ്റെയൊക്കെ എന്താണ് കോമ്പണൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് കൂടാതെ എന്താണ് നമുക്കിപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസിയും കൂടുതൽ കിട്ടും. കാരണം നല്ല വെയിറ്റ് ഹൈ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ ആണ്. ഓക്കെ, അതായത് എന്താണ് കുറച്ച് വെയിറ്റേ കാണുള്ളൂ, ബട്ട് അതിൻ്റെ ഉപയോഗം എന്താണ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് വാഹനങ്ങളിലായാലും അതുപോലെ എയർക്രാഫ്റ്റിലൊക്കെ ആയാലും എന്താണ് ഇത് യൂസ് ചെയ്താൽ വെയിറ്റ് കുറവുമായിരിക്കും, ബട്ട് അതിനെന്താണ് അതിൻ്റേതായ കാര്യക്ഷമത കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫ്യൂവലൊക്കെ നമുക്ക് എന്താണ് ഫ്യൂവൽ എഫിഷ്യൻസിയൊക്കെ എന്താണ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും അതുവഴി. സോ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്
ശരിയാണ്. കാരണം ഇതെന്താണ് നമ്മുടെ ഓട്ടോമൊബൈൽസിനും അതുപോലെ എയർക്രാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസിയും ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കാർബൺ ഫൈബേഴ്സ് വൺ ഈസ് യൂസ്ഡ് കനോട്ട് ബി റീസൈക്കിൾഡ്. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത കാർബൺ സൈക്കിൾസ് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, കാർബൺ സൈക്കിൾസ് റീസൈക്കിൾ ചെയ്യുന്ന എന്താണ് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് റീസൈക്കിൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ് ഡസ് ആക്റ്റീവാണ്. ഓക്കെ, സോ അതെന്താണ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് കനോട്ട് ബി റീസൈക്കിൾഡ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം എന്താണ് അത് കുറച്ച് എന്താണ് റീസൈക്കിൾ ചെയ്യുന്ന പ്രോസസ്സ് കുറച്ച് ടാസ്ക് ആണ്. ബട്ട് എന്നിരുന്നാലും എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇറ്റ്സ് ഡസ് എക്സിസ്റ്റ്. ഓക്കെ, എക്സിസ്റ്റ്. സോ അതുകൊണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ എ ആണ്, ഓൺലി മാത്രമായിരിക്കും. 54. കൺസിഡർ ദ ഫോളോയിങ് ആക്ഷൻസ്. ഡിറ്റക്ഷൻ ഓഫ് car clash or collision which resulted in the deployment of airbags almost instantaneously. Second statement, detection of accidental free fall of a laptop towards the ground which results in the immediate turning off of the hard drive. Third statement, detection of the tilt of a smartphone which results in the rotation of display between portrait and landscape mode. How many of the above actions is the function of accelerometer required? അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫംഗ്ഷനിൽ ആക്സിലറോമീറ്റർ റിക്വേർഡ് ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? ഇതിൽ മൂന്നിലും ആക്സിലറോമീറ്റർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ 1, 2 and 3 മൂന്നിതിലും എന്താണ് നമുക്ക് ആക്സിലറോമീറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഡിറ്റക്ഷൻ ഓഫ് കാർ കൊളിഷനിലായാലും അതെന്തിന് എയർ ബാഗ് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റേനിയസ്ലായിട്ട് എന്താണ് എയർ ബാഗ് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് ആക്സിഡൻ്റൽ ഫ്രീ ഫോൾ ഓഫ് ലാപ്ടോപ്പ് ടുവേഴ്സ് ദ ഗ്രൗണ്ട് ആൻഡ് വിച്ച് റിസൾട്ട് ഇൻ ദ ഇമ്മീഡിയറ്റ് ടേണിംഗ് ഓഫ് ദ ഹാർഡ് ഡ്രൈവ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഡേറ്റാസൊക്കെ ലോസ്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആ ഒരു ഇതിലും എന്താണ് നമുക്ക് ആക്സിലറോമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആൻഡ് ആൾസോ ഡിറ്റക്ഷൻ ഓഫ് ദ tilt of smartphone which result in the rotation of display between portrait and landscape mode. ഇതിനും എന്താണ് ആക്സിലറോമീറ്റർ റിക്വയർഡ് ആവുന്നുണ്ട്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആയിരിക്കും. ഓൾ 3 മൂന്ന് പ്രോസസ്സിലും എന്താണ് ആക്സിലറോമീറ്റർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, with reference to the role of biofilters in a recirculating aquaculture system, consider the following statements. First one, biofilters provide waste treatment by removing uneaten fish feed. Second statement, biofilters convert ammonia present in fish waste to nitrate. Third one, biofilters increase phosphorus as nutrient for fish in water. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ബയോഫിൽറ്റേഴ്സ് പ്രൊവൈഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ബൈ റിമൂവിങ് അൺഈറ്റൻ ഫിഷ് ഫീഡ്. ഓക്കെ, സോ ഫിൽറ്റേഴ്സ് എന്താണ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെ? ബൈ റിമൂവിങ് അൺഈറ്റൻ ഫിഷ് ഫീഡ്. സോ ഇതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഈ അൺഈറ്റൻ ഫിഷ് ഫീഡ് അതുപോലെ എന്താണ് മറ്റ് ഓർഗാനിക് മാറ്റേഴ്സ്, അതർ ഓർഗാനിക് മാറ്റേഴ്സ്. സോ ഇതെല്ലാം എന്താണ് ബയോഫിൽറ്റേഴ്സ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് വൺ, ബയോഫിൽറ്റേഴ്സ് കൺവേർട്ട് അമോണിയ പ്രസൻറ്റ് ഇൻ ഫിഷ് വേസ്റ്റ് ടു നൈട്രേറ്റ്. ബയോഫിൽറ്റേഴ്സ് എന്താണ് അമോണിയ, വെള്ളത്തിലുള്ള അമോണിയ എന്താണ് കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റ് ആക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതെന്താണ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ബയോഫിൽറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹൗസ് ഓഫ് നൈട്രിഫൈങ് ബാക്ടീരിയയാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ ഹൗസ് ഓഫ് നൈട്രിഫൈങ് ബാക്ടീരിയ. ഓക്കെ, നൈട്രിഫൈങ് ബാക്ടീരിയയാണ്. സോ ഇവരെന്ത് ചെയ്യും? ദേ കൺവേർട്ട് ടോക്സിക് അമോണിയ എന്ന് പറഞ്ഞാൽ ഫിഷ് വേസ്റ്റിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ ടോക്സിക് അമോണിയ എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റ് ആകുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ നൈട്രേറ്റ് എന്താക്കി മാറ്റുന്നുണ്ട്? വീണ്ടും കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, സോ ഈ നൈട്രിഫൈങ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്? ദേ കൺവേർട്ട് ടോക്സിക് അമോണിയ അല്ലെങ്കിൽ ടോക്സിക് അമോണിയ എന്തായിട്ട് മാറ്റുന്നുണ്ട്? നൈട്രേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. ദെൻ ഈ നൈട്രേറ്റിനെ എന്താക്കി മാറ്റുന്നത്? നൈട്രേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. സോ ഇതാണ് എന്താ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ബയോഫിൽറ്റേഴ്സ് കൺവേർട്ട് അമോണിയ പ്രസൻറ്റ് ഇൻ ഫിഷ് വേസ്റ്റ് ടു നൈട്രേറ്റ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ബയോഫിൽറ്റേഴ്സ് ഇൻക്രീസ് ഫോസ്ഫറസ് ആസ് ന്യൂട്രിയൻറ്റ് ഫോർ ദ ഫിഷ് ഇൻ വാട്ടർ. ഓക്കെ, പക്ഷേ എന്താണ് ബയോഫിൽറ്റേഴ്സ് അങ്ങനെ എന്താണ് ഫോസ്ഫറസ് ഒന്നും റിലീസ് ചെയ്യുന്നില്ല. അതെന്താണ് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. 1 and 2 ഓൺലി മാത്രമായിരിക്കും. ഓക്കെ, ഓൺലി 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് റൈറ്റ് ആയിട്ട് വരുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. കാരണം എന്താണ്? ദേ ഡിഡ് നോട്ട് പ്രൊവൈഡ് ഓർ ദേ ഡിഡ് നോട്ട് ഇൻക്രീസ് ദ ഫോസ്ഫറസ് ആസ് എ ന്യൂട്രിയൻറ്റ് ഫോർ ഫിഷ് ഇൻ വാട്ടർ. ഓക്കെ, സോ അതാണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ഓൺലി 2. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് പെയർസ്.
Objects in space description. Cepheids, giant clouds of dust and gas in space. Next, nebula, stars which brighten and dim periodically. Third, pulsars, neutron stars that are formed when massive stars run out of fuel and collapse. അപ്പോൾ ഏതൊക്കെ പേഴ്സാണ് കറക്റ്റ്ലി മാച്ച് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കിയേ, സീഫേഡ്സിനെ പറ്റി പറയുന്നുണ്ട്. സീഫേഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ജെയിൻറ്റ് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ് ഇൻ സ്പേസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് റോങ് ആണ്. കാരണം സീഫേഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദേ ആർ സ്റ്റാർസ് വിച്ച് ബ്രൈറ്റൻ ആൻഡ് ഡിം പീരിയോഡിക്കലി. ഓക്കെ, സോ അതാണ് എന്ത് സീഫേഡ്സ് എന്ന് പറയുന്നത്. സീഫേഡ്സ് ആർ സ്റ്റാർസ് വിച്ച് ബ്രൈറ്റൻ ആൻഡ് ഡിം പീരിയോഡിക്കലി. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഏതാണ്? രണ്ടാമത്തെയാണ് എ ടൈപ്പ് ഓഫ് വേരിയബിൾ സ്റ്റാർസ് വിച്ച് ബ്രൈറ്റൻ ആൻഡ് ഡിം പീരിയോഡിക്കലി. അതിനെന്തെന്ന് പറയുന്നത് സീഫേഡ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് നെബുലയാണ്. അപ്പോൾ നോർമലി അതും എന്താണ്? തെറ്റായിരിക്കും. കാരണം അത് നെബുല എന്ന് വെച്ചാൽ എന്താണ്? എ ജൈൻറ്റ് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ് ഇൻ സ്പേസ്. ഓക്കെ, സോ അതാണ് എന്ന് പറയുന്നത് നെബുല എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ജൈൻറ്റ് ക്ലൗഡ് അല്ലെങ്കിൽ വാസ്റ്റ് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ് ഇൻ സ്പേസ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നെബുല എന്ന് പറയുന്നത്. ദെൻ തേർഡ് വന്നിരിക്കുന്നത് പൾസാർസ് ആണ്. അതെന്താണ്? റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ന്യൂട്രോൺ സ്റ്റാർസ് ദാറ്റ് ആർ ഫോംഡ് വെൻ മാസീവ് സ്റ്റാർസ് റൺ ഔട്ട് ഓഫ് ഫ്യൂവൽ ആൻഡ് കൊളാപ്സ്. സോ അതിനാണ് എന്ന് പറയുന്നത് പൾസാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് എന്താണ്? ഒന്ന് മാത്രമേ ഉള്ളൂ. 3 ഓൺലി മാത്രമാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ആൻസർ ഏതായിരിക്കും? ഓൺലി 1 ആണ്. ഓക്കെ, സോ 3 മാത്രമാണ് റൈറ്റ് ആയിട്ടുള്ളത്. ബാക്കി രണ്ടും എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് ഇട്ടേക്കുന്നത്. Which one of the following countries have its own satellite navigation system? ഓക്കെ, സ്വന്തമായിട്ട് സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ഉള്ള കൺട്രി ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് ഓസ്ട്രേലിയ, കാനഡ, ഇസ്രയേൽ, ജപ്പാൻ. സോ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ എന്താണ് ഇത് റിലേറ്റ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ ബഹിരാകാശവും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്പേസുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് എന്താണ് സ്പേസിൽ റിലേറ്റ് ആയിട്ടുള്ള കൺട്രി ഏതായിരിക്കും? നോർമലി നമുക്കറിയാം ജപ്പാനാണ് എന്ത് അത്രയും ടെക്നോളജിക്കലായിട്ടുള്ള കൺട്രി. സോ അതുകൊണ്ട് തന്നെ ജപ്പാനായിരിക്കും എന്ത് ഇറ്റ്സ് ഓൺ നാവിഗേഷൻ സിസ്റ്റം ഉള്ളത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ജപ്പാനാണ് എന്ത് അതിൻ്റേതായ അതിനെന്താ സ്വന്തമായിട്ടൊരു നാവിഗേഷൻ സിസ്റ്റം ഉള്ളത്. സോ ഇതിന് എന്തെന്നാണ് പറയുന്നത്? ക്വാസിസ് സെനിത്ത്. ഓക്കെ, ക്വാസി സെനിത്ത് സാറ്റലൈറ്റ് സിസ്റ്റം QZSS എന്നാണ് ഇതിനെ പറയുന്നത്. ക്വാസി സെനിത്ത് സാറ്റലൈറ്റ് സിസ്റ്റം അതെന്താണ്? ജപ്പാൻ്റെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജപ്പാൻ്റെ എന്താണ് ഒരു സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റമാണ്. ഓക്കെ, സോ 57. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് വൺ, ബാലിസ്റ്റിക് മിസൈൽസ് ആർ ജെറ്റ് പ്രൊപ്പൽഡ് അറ്റ് സബ്സോണിക് സ്പീഡ് throughout their flights, while cruise missiles are rocket powered only in the initial phase of flight. Second one, Agni-V or Agni-5 is a medium-range supersonic cruise missile, while BrahMos is solid-fueled intercontinental ballistic missile. Okay, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ബാലിസ്റ്റിക് മിസൈൽസ് ആർ ജെറ്റ് പ്രൊപ്പൽഡ് അറ്റ് സബ്സോണിക് സ്പീഡ് ത്രൂ ഔട്ട് ദെയർ ഫ്ലൈറ്റ്സ് while cruise missiles are rocket powered only in the initial phase of flight. നമുക്കറിയാവുന്നതാണ് ബാലിസ്റ്റിക് മിസൈൽസും ക്രൂയിസ് മിസൈലും തമ്മിലുള്ള ഡിഫറൻസ്. കാരണം എന്താണ്? ക്രൂയിസ് മിസൈലിനാണെങ്കിൽ എന്താണ് അതിൻ്റെ ഫുൾ ഇതിലെന്താണ് ത്രൂ ഔട്ട് ദെയർ ഫ്ലൈറ്റ്സിൽ എനർജിയുടെ ആവശ്യമുണ്ട്. ഓക്കെ, ബട്ട് അതേസമയം ബാലിസ്റ്റിക് മിസൈൽസ് ആണെങ്കിൽ എന്താണ് അവർക്കൊരു ഇനിഷ്യൽ എനർജിയുടെ ആവശ്യം മാത്രമേ അല്ലെങ്കിൽ ഇനിഷ്യൽ ഫ്യൂവലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് ഒരു പാരാബോളിക് പാത്തിൽ എന്താണ് അത് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് തന്നിരിക്കുന്നത്. കാരണം ബാലിസ്റ്റിക് മിസൈൽസ് ആർ ജെറ്റ് പ്രൊപ്പൽഡ് അറ്റ് സബ്സോണിക് സ്പീഡ് ത്രൂ ഔട്ട് ദെയർ ഫ്ലൈറ്റ്സ് അല്ല. ഓക്കെ, കാരണം എന്താണ് ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറയുമ്പോൾ എന്താണ് അവർ റോക്കറ്റ് പവേർഡാണ്. അതിൽ ഇനിഷ്യൽ ഫേസിൽ മാത്രമാണ്. സോ റോക്കറ്റ് പവേർഡ് ഓൺലി ഇൻ ദ ഇനിഷ്യൽ ഫേസ് ഓഫ് ദ ഫ്ലൈറ്റ്. അതപ്പോൾ ഏതാണ്? ബാലിസ്റ്റിക് ആണ്. അതുപോലെ ജെറ്റ് പ്രൊപ്പൽഡ് അറ്റ് സബ്സോണിക് സ്പീഡ് ത്രൂ ഔട്ട് ദെയർ ഫ്ലൈറ്റ്സ് അത് ഏതാണ് പറയുന്നത്? അത് ക്രൂയിസ് മിസൈലിനെ പറ്റിയാണ് പറയുന്നത്. സോ രണ്ടും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നേക്കുകയാണ്. സെക്കൻഡ് വൺ, Agni-5 is a medium-range supersonic cruise missile, while BrahMos is a solid-fueled intercontinental ballistic missile. ഓക്കെ, എഗെയിൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ബ്രഹ്മോസ് എന്ന് കേട്ടാൽ തന്നെ എന്താണത്? അത് എപ്പോഴും ക്രൂയിസ് മിസൈലാണ്. ഓക്കെ, ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ അത് ക്രൂയിസ് മിസൈലാണ്. സോ ബ്രഹ്മോസ് എവിടെയെങ്കിലും എന്താണ് ക്രൂയിസ് മിസൈൽ അല്ല എന്നുള്ള ഇതിൽ കാണുന്നെങ്കിൽ നമുക്ക് എന്താണ് അത് അപ്പോഴേ തെറ്റാണെന്ന് മനസ്സിലാക്കാം. സോ ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ അത് ക്രൂയിസ് മിസൈലാണ്. അതുപോലെ Agni-5 എന്ന് വെച്ചാൽ എന്താണ് അത് മീഡിയം റേഞ്ച് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അല്ല, പകരം ഏതാണ് അതൊരു ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ഓക്കെ, സോ Agni-5 എന്ന് വെച്ചാൽ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ
അതുപോലെ എന്താണ് അതിൻ്റെ റേഞ്ച് വരുന്നത് ഏകദേശം 5000 കിലോമീറ്റർ ആയിരിക്കും. ദെൻ ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ എന്താണ് നെറ്റ്സ് മീഡിയം റേഞ്ച് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ആൻഡ് ജോയിൻ ഇനിഷ്യേറ്റീവ് ബൈ ഹൂം? ഇന്ത്യ ആൻഡ് റഷ്യ. ഓക്കെ, സോ ഇന്ത്യയും റഷ്യയും കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഇതിൽ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്, ഫസ്റ്റ് സ്റ്റേജിൽ സോളിഡും അതുപോലെ സെക്കൻഡ് സ്റ്റേജ് എന്താണ് ലിക്വിഡുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ബ്രഹ്മോസിനെ പറ്റിയും അതുപോലെ എന്താണ് അഗ്നി 5 പറ്റിയും ഉള്ളത്. അപ്പോൾ രണ്ടും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് തന്നേക്കുന്നത്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, നെയ്തർ 1 nor 2. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് മെർക്കുറി പൊല്യൂഷൻ. Gold mining activity is a source of mercury pollution in the world. Second one, coal-based thermal power plants cause mercury pollution. Third one, there is no known safe level of exposure to mercury. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നോക്കി, ഗോൾഡ് മൈനിങ് ആക്ടിവിറ്റി ഈസ് എ സോഴ്സ് ഓഫ് മെർക്കുറി പൊല്യൂഷൻ ഇൻ ദ വേൾഡ്. ഗോൾഡ് മൈനിങ് എന്താണ്, അത് മെർക്കുറി പൊല്യൂഷന് കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ എന്താണ് ഗോൾഡ് മൈൻ ചെയ്യുമ്പോൾ, അതിപ്പോൾ ആർട്ടിസണലായാലും അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ഗോൾഡ് മൈനിങ് ആയാലും അവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മെർക്കുറി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ടു സെപ്പറേറ്റ് ഗോൾഡ് ഫ്രം അതർ മിനറൽസ്. ഓക്കെ, ടു സെപ്പറേറ്റ് ഗോൾഡ് ഫ്രം അതർ മിനറൽസ്. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ മെർക്കുറി യൂസ് ചെയ്യുന്നുണ്ട്. സോ നോർമലി അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് അത് ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പുറത്തു പോയാൽ എന്താണ് പൊല്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതെന്താണ് എന്തായാലും ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ ഇതിനെ എൻവയോൺമെൻറ്റിലോട്ട് റിലീസ് ചെയ്യുമ്പോൾ എന്താണ് പൊല്യൂഷൻ ഉണ്ടാക്കും. സെക്കൻഡ് വൺ, കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റ്സ് കോസ് മെർക്കുറി പൊല്യൂഷൻ. കോൾ ബേസ്ഡ് ഉള്ള തെർമൽ പവർ പ്ലാന്റ്സ് എന്താണ് മെർക്കുറി പൊല്യൂഷന് കാരണമാകും. കാരണം എന്താണ് കോൾ ബേൺ ചെയ്യുമ്പോൾ, ഓക്കെ, കോളിൽ എന്താണ് മെർക്കുറിയുടെ ട്രാക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഈ കോൾ ബേൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? മെർക്കുറി റിലീസാവും. സോ ബേണിംഗ് കോൾ മെർക്കുറി ഇൻറ്റു അറ്റ്മോസ്ഫിയർ. ഓക്കെ, സോ ഈ കോൾ എന്താണ് ബേൺ ചെയ്യുമ്പോൾ മെർക്കുറി എങ്ങോട്ട് പോകും? അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. സ്വാഭാവികമായിട്ട് എന്തിന് കാരണമാകുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിൽ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ തേർഡ് വൺ, ദർ ഇസ് നോ നോൺ സേഫ് ലെവൽ ഓഫ് എക്സ്പോഷർ ടു മെർക്കുറി. ഓക്കെ, സോ ഇതും എന്താണ് നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് കുറച്ച് എക്സ്ട്രീമായിട്ട് തോന്നും. പക്ഷേ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം എന്താണ് സേഫ് ലെവൽ ഓഫ് എക്സ്പോഷർ ടു മെർക്കുറി എന്ന് പറയുന്നത് എന്താണ് അതിപ്പോഴും എന്താണ് ദർ ഇസ് നോ നോൺ സേഫ് ലെവൽ. ഓക്കെ, അങ്ങനെ ഒരു സേഫ് ലെവൽ ഇതുവരെയായിട്ടും ഇല്ല. കാരണം എന്താണ് ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇതെന്താണ് ഒരു US ബ്രാഞ്ചാണ്, US ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നൊരു ബ്രാഞ്ചാണ്. സോ ഇതെന്താണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ് അവിടെ ദർ ഇസ് നോ നോൺ സേഫ് ലെവൽ ഓഫ് എക്സ്പോഷർ ടു മെർക്കുറി എന്ന് പറയുന്നുണ്ട്. സോ എന്താണ് 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും, all 3. നെക്സ്റ്റ്, വിത്ത് റെഫറൻസ് ടു ഗ്രീൻ ഹൈഡ്രജൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഗ്രീൻ ഹൈഡ്രജനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഡയറക്ട്ലി ആസ് എ ഫ്യൂവൽ ഫോർ ഇൻറ്റേർണൽ കമ്പഷൻ. Second statement, it can be blended with natural gas and used as a fuel for heat or power generation. Third statement, it can be used in the hydrogen fuel cell to run vehicles. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഡയറക്ട്ലി ആസ് എ ഫ്യൂവൽ ഫോർ ഇൻറ്റേർണൽ കമ്പഷൻ. ഇൻറ്റേർണൽ കമ്പഷന് വേണ്ടിയുള്ള ഒരു ഫ്യൂവലായിട്ട് എന്താണ് നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതെന്താണ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. കാരണം ക്യാൻ ബി യൂസ്ഡ്, ഓക്കെ, ക്യാൻ ബി ഡയറക്ട്ലി യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതെന്താണ് ശരിയാണ്. Second one, again, it can be blended with natural gas and used as fuel for the heat or power generation. അത് എന്താണ് ശരിയാണ്. ഓക്കെ, സോ ഇതെന്താണ് പവർ ജനറേഷനും ഹീറ്റിങ്ങിന് വേണ്ടിയൊക്കെ എന്താണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Again, it can be used in the hydrogen fuel cell to run vehicle. നമുക്കറിയാം എന്താണ് ഗ്രീൻ ഹൈഡ്രജനൊക്കെ യൂസ് ചെയ്ത് എന്താണ് നമുക്ക് ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ഉണ്ടാക്കാം. സോ ആ ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിൽ ഉണ്ടാക്കാം. സോ അതുകൂടാതെ എന്താണ് അത് വെഹിക്കിൾസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ ഒരുപാട് കിട്ടുന്നത്. സോ അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആൻസർ ഏതായിരിക്കും? all 3 ആണ്. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, സോ ഗ്രീൻ ഹൈഡ്രജൻ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഗ്രീൻ ഹൈഡ്രജൻ്റെ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളും നോക്കി വയ്ക്കുക. 61. Consider the following countries: Bulgaria, Czech Republic, Hungary, Latvia, Lithuania, Romania. So ഇതിൽ ഏതൊക്കെ കൺട്രീസ്, ഹൗ മെനി ഓഫ് ദ എബോവ് മെൻഷൻഡ് കൺട്രീസ് ഷെയർ എ ലാൻഡ് ബോർഡർ വിത്ത് യുക്രൈൻ? സോ യുക്രൈനുമായിട്ട് ലാൻഡ് ബോർഡർ എടുക്കുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്ന് മാപ്പിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ആൾസോ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഏതായിരിക്കും?
ആൻസർ വരുന്നത് 3 ഹംഗറിയും അതുപോലെ എന്താണ് റൊമാനിയയും മാത്രമാണ് എന്ത് ഈ രണ്ട് കൺട്രീസ്. ഓക്കെ, ഹംഗറിയും അതുപോലെ റൊമാനിയയും മാത്രമാണ് യുക്രൈനുമായിട്ട് ലാൻഡ് ബോർഡർ പങ്കിടുന്നത്. ഓക്കെ, സോ ഹംഗറിയ അതുപോലെ എന്താണ് റൊമാനിയ, ഈ രണ്ട് കൺട്രീസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും എന്താണ് യുക്രൈനുമായിട്ട് ലാൻഡ് ബോർഡർ പങ്കിടുന്നില്ല. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. ഓൺലി 2 ആണ്, 2 മാത്രമേ എന്ത് കൺട്രി പങ്കിടുന്നുള്ളൂ. സോ അത് ജസ്റ്റ് എന്താണ് മാപ്പിംഗ് നോക്കുക. കൺട്രീസ് യുക്രൈനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് കുറച്ച് പ്ലേസുകൾ വരുന്നുണ്ട്. സോ അതിൻ്റെ നെയ്ബറിങ് കൺട്രീസ് നോക്കുക. അതുമായിട്ട് റിലേറ്റ് ആയിട്ട് കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ വാട്ടർ ഫീൽഡ്സ് ഉണ്ടെങ്കിൽ നോക്കുക, മീൻസ് വാട്ടർ ബോഡീസ് നോക്കുക, ഓഷ്യൻസ് നോക്കുക, ഏതെങ്കിലും സ്ട്രേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രേറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക. അതുപോലെ അതിന് അടുത്തായിട്ടുള്ള എന്തെങ്കിലും വാർ, സിവിൽ വാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ജസ്റ്റ് നോക്കി വയ്ക്കുക. ആ ഒരു പ്ലേസും കൂടെയൊക്കെ ജസ്റ്റ് നോക്കി വയ്ക്കുക. Next one, with reference to the Earth's atmosphere, which one of the following statement is correct? The total amount of insolution received at the equator is roughly about 10 times of that received at the poles. Infrared rays constitute roughly 2/3 of the insolution. C. Infrared waves are largely absorbed by water vapor that is concentrated in the lower atmosphere. D. Infrared waves are part of visible spectrum of electromagnetic waves of solar radiation. Okay. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസൊല്യൂഷൻ റിസീവ്ഡ് അറ്റ് ഇക്വേറ്റർ ഈസ് റഫ്ലി അബൌട്ട് 10 ടൈംസ് ഓഫ് ദാറ്റ് റിസീവ്ഡ് അറ്റ് പോൾസ്. ഓക്കെ, നമുക്കറിയാം ഇൻസുലേഷൻ റിസീവ്ഡ് അറ്റ് ഇക്വേറ്റർ എന്താണ് പോൾസിനെക്കാട്ടിയും കൂടുതലാണ്. പക്ഷേ അത് എക്സാക്ട്ലി 10 ടൈംസ് ഒന്നും എന്താണ് കിട്ടുന്നില്ല. കാരണം അതിനൊക്കെ കുറവായിരിക്കും. കാരണം എന്താണ് എക്സാക്ട്ലി ഇക്വേറ്ററിൽ കിട്ടുന്നതിന് 10 ടൈംസ് ഒന്നും എന്താണ് പോൾസിൽ കിട്ടുന്നതിന് 10 ടൈംസ് ഒന്നും എന്താണ് ഇക്വേറ്ററിൽ ഇൻസുലേഷൻ കിട്ടുന്നില്ല. സോ അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ആദ്യമേ അതപ്പോൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Then infrared rays constitute roughly 2/3 of insolution. Again പറയുന്നത് എന്താണ്? ഇൻഫ്രാറെഡ് റേസ് എന്താണ് ഒരു വലിയ പോർഷൻ ഉണ്ടെങ്കിലും അതെന്താണ് 2/3 ആയിട്ട് ഇൻസൊല്യൂഷനിൽ 2/3 എന്താണ് അവർ കവർ ചെയ്യുന്നില്ല. സോ അത് എന്താണ് റോങ് ആണ്. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ തേർഡ് പറയുന്നത് ഇൻഫ്രാറെഡ് വേവ്സ് ആർ ലാർജ്ലി അബ്സോർബ്ഡ് ബൈ വാട്ടർ വേപ്പർ ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇൻഫ്രാറെഡ് റേസിന് എന്താണ് ലോവർ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ അബ്സോർവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ D. Infrared waves are a part of visible spectrum of electromagnetic waves of solar radiation. Infrared waves എന്ന് പറയുന്നത് എന്താണ്? എ പാർട്ട് ഓഫ് വിസിബിൾ സ്പെക്ട്രം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓഫ് സോളാർ റേഡിയേഷൻ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇൻഫ്രാറെഡ് വേവ്സിന് എന്താണ് വേവ് ലെങ്ത് ഹയർ ആണ്. സോ ദ വേവ് ലെങ്ത്സ് ആർ ഹയർ കമ്പയർഡ് ടു ദ വിസിബിൾ സ്പെക്ട്രം. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു വിസിബിൾ സ്പെക്ട്രത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ വിസിബിൾ സ്പെക്ട്രത്തിലല്ല കാണുന്നത്. അതെന്താണ് ഹയർ വേവ് ലെങ്തിലാണ്. സോ അതെന്താണ് വിസിബിൾ ലെങ്തിൻ്റെ പാർട്ടല്ല. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. ഇൻഫ്രാറെഡ് വേവ്സ് ആർ ലാർജ്ലി അബ്സോർബ്ഡ് ബൈ വാട്ടർ വേപ്പർ ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. സോ അത് മാത്രമാണ് ഇത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അതാണ് 62. നെക്സ്റ്റ് 63. സ്റ്റേറ്റ്മെൻറ്റ് 1. The soil in tropical rainforest is rich in nutrients. Statement 2. The high temperature and moisture tropical rainforest cause dead organic matter in the soil to decompose quickly. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. സോയിൽ ഇൻ ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലെ സോയിൽസ് ന്യൂട്രിയൻസ് റിച്ച് ആണെന്നാണ് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് ശരിയായിട്ട് തോന്നുന്നു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്, അപ്പോൾ ഒരുപാട് ന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല. കാരണം എന്താണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് സൂര്യപ്രകാശ കാര്യങ്ങളൊന്നും കിട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ അതുകൂടെ എന്താണ് ഒരുപാട് മഴ ലഭിക്കുന്ന പ്രദേശമാണ്. സോ ഹെവി റെയിൻഫോൾ ഉണ്ട് അവിടെ. പ്ലസ് ഒരുപാട് ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രീസും എന്താണ് ഒരുപാടുണ്ട്. ഓക്കെ, ട്രീസ് ആൻഡ് വെജിറ്റേഷൻ, ഒരുപാട് വെജിറ്റേഷനും അവിടെ എന്താണ് ഉണ്ട്. സോ നോർമലി എന്താണ് ഇപ്പോൾ സോയിലിൽ ന്യൂട്രിയൻസ് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒന്നുകിൽ ഈ മഴ പെയ്യുന്നതിൻ്റെ കൂടെ ന്യൂട്രിയൻസ് എല്ലാം എന്താണ് ലീച്ച് ഔട്ടായി പോകും. അല്ലെങ്കിൽ എന്താണ് ഈ ഇത്രയും ഒരുപാട് ട്രീസും പ്ലാന്റ്സും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് ന്യൂട്രിയൻസ് മണ്ണിൽ വരുന്നത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോഴേ എന്താണ് ഇവരെല്ലാം അത് അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് സോയിലിൽ ന്യൂട്രിയൻസ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും. ഒന്ന് ഹൈ റെയിൻഫാൾ കാരണം എന്താണ് ഈ ന്യൂട്രിയൻസ് എല്ലാം എന്താണ് ലീച്ച് ഔട്ടായി പോകാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ് ഒരുപാട് വെജിറ്റേഷൻ ഉള്ളതുകൊണ്ട് എന്താണ് ന്യൂട്രിയൻസ് സോയിലുണ്ടാകുമ്പോൾ ഇതെല്ലാം എന്താണ് പെട്ടെന്ന് ഈ വെജിറ്റേഷൻസ് അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് എന്താണ് സോയിലിൽ ന്യൂട്രിയൻസ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് സോയിൽ ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് റിച്ച് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എന്താണ് തെറ്റാണ്. കാരണം അവിടെ എന്താണ് റിച്ച് അല്ല, വളരെ കുറവായിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. സ്റ്റേറ്റ്മെൻറ്റ് 1 റോങ് ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്.
സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഹൈ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കോസ് ഡെഡ് ഓർഗാനിക് മാറ്റർ ഇൻ ദ സോയിൽ ഡീകമ്പോസസ് ക്വിക്ലി. അതാണെന്ത്? അടുത്ത ഡെഡ് ഓർഗാനിക് മാറ്റർ, സോയിലിലെ ഡെഡ് ഓർഗാനിക് മാറ്റർ എന്താണ്? പെട്ടെന്ന് ഡീകമ്പോസ് ആവുന്നുണ്ട്. അതെന്താണ്? ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. അതാണ് 63ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, ദ ടെമ്പറേച്ചർ contrast between continents and oceans is greater during summer than in winter. Second one, the specific heat of water is more than that of the land surface. Again, ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഒന്ന് നോക്കി, ദ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷൻ ഇസ് ഗ്രേറ്റർ ഡ്യൂറിങ് ദ സമ്മർ ദാൻ വിൻ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതെന്താണ്? തിരിച്ചാണ് തന്നേക്കുന്നത്. ഗ്രേറ്റർ ഡ്യൂറിങ് ദ വിൻ്റർ ആണ്. ഓക്കെ, ഗ്രേറ്റർ ഡ്യൂറിങ് ദ വിൻ്റർ ദാൻ സമ്മർ. ഓക്കെ, വിൻ്ററിലായിരിക്കും സമ്മറിനെക്കാട്ടി കൂടുതൽ എന്താണ് ഇതുണ്ടാകുന്നത്, ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ എഗെയിൻ നമുക്ക് ആൻസർ കിട്ടി. ഏതായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണ്, ഡി ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് മോർ ദാൻ ദ ലാൻഡ് സർഫസ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ലാൻഡ് സർഫസിനെക്കാട്ടി മോർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എപ്പോഴും എന്ന് വെച്ചാൽ എത്ര ടൈം എടുക്കും, അല്ലെങ്കിൽ വെള്ളം ചൂടാകാനായിട്ട് എത്ര ഇത് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളം തണുക്കാനായിട്ട് എത്ര നേരം എടുക്കുന്നുണ്ട്. നമുക്കറിയാം ലാൻഡിനെ അപേക്ഷിച്ച് നോക്കുന്നത് വെള്ളം എന്താണ്? വളരെ സ്ലോയിൽ മാത്രമേ ഹീറ്റ് ആവുകയും ചെയ്യുന്നുള്ളൂ. അതുപോലെ എന്താണ്? സ്ലോയിൽ മാത്രമേ കൂളും ആവുന്നുള്ളൂ. ഓക്കെ, സോ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ്സ് അപ്പ് ആൻഡ് കൂൾസ് ഡൗൺ മോർ സ്ലോലി ദാൻ ലാൻഡ്. ഓക്കെ, അതുകൊണ്ട് എന്താണ്? അവിടുത്തെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്താണ്? മോറാണ്. ലാൻഡിനെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടറിന് എന്താണ്? മോറാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ്. നെക്സ്റ്റ് 165. In a seismograph, P waves are recorded earlier than S waves. Second statement, in P waves, the individual particles vibrate to and fro in the direction of wave propagation, whereas in S waves, the particles vibrate up and down at the right angle to the direction of wave propagation. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇൻ എ സീസ്മോഗ്രാഫ് പി വേവ്സ് ആർ റെക്കോർഡ് ഏർലിയർ ദാൻ എസ് വേവ്സ്. പി വേവ്സ് ആണ് എന്ത്? ഫസ്റ്റ് റെക്കോർഡ് ആവുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം പി വേവ്സ് അല്ലെങ്കിൽ പ്രൈമറി വേവ്സും എസ് വേവ്സ് അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സും ഉണ്ട്. അപ്പോൾ പ്രൈമറി വേവ്സ്, പി വേവ്സ് എന്ന് വെച്ചാൽ പ്രൈമറി വേവ്സ് എന്നാണ്. അപ്പോൾ നോർമലി ആ പേരിൽ തന്നെ ഉണ്ടെന്ന് പ്രൈമറി എത്തുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് എത്തുന്ന വേവ്സ്. അതുകൊണ്ട് എന്താണ്? സീസ്മോഗ്രാഫിൽ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? ഈ പി വേവ്സിനെ ആയിരിക്കും. എസ് വേവ്സിന് മുമ്പ് പ്രൈമറി വേവ്സിനെ ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. സോ അതെന്താണ്? ശരിയാണ്. ഓക്കെ, ദെൻ ഈ പ്രൈമറി വേവ്സിൻ്റെയും സെക്കൻഡറി വേവ്സിൻ്റെയും കുറച്ച് കാര്യങ്ങളെടുത്ത് നമുക്ക് എന്തൊക്കെ എഴുതാം? പി വേവ്സ്, എസ് വേവ്സ്. പി വേവ്സ് അപ്പോൾ എന്തായിരിക്കും? മോർ ഫാസ്റ്റർ ആയിരിക്കും ടു അറൈവ് സർഫസ്. പക്ഷേ എസ് വേവ്സ് എന്തായിരിക്കും? അറൈവ് അറ്റ് ലാഗ്, ഒരു ലാഗ് ഉണ്ടായിരിക്കും എസ് വേവ്സിന് എത്താനായിട്ട്. ഓക്കെ, ഫസ്റ്റ് പി വേവ്സ് എത്തും, എസ് വേവ്സ് പക്ഷേ എന്താണ്? ഒരു ലാഗ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ എസ് വേവ്സ് എന്ന് വെച്ചാൽ സൗണ്ട് വേവിന് സിമിലർ ആണ്. ഓക്കെ, സൗണ്ട് വേവിന് സിമിലർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദേ ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഓക്കെ, സോളിഡിൽ കൂടെയും ലിക്വിഡിൽ കൂടെയും അതുപോലെ എന്താണ്? ഗ്യാഷ്യസ് ഇതിൽ കൂടെ എന്താണ്? അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ എസ് വേവ്സിന് എന്താണ്? അവർക്ക് സോളിഡിൽ കൂടെ മാത്രമേ എന്താണ്? ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോളിഡ്, ഓൺലി ത്രൂ സോളിഡ് ആണ്. ഇനി ഇവിടെ പി വേവ്സിന് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? നമ്മളിവിടെ പറഞ്ഞു, ഇൻ പി വേവ്സ് ദ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ടു ആൻഡ് ഫ്രോ. ഓക്കെ, ടു ആൻഡ് ഫ്രോ ആയിട്ടാണ് എന്ത്? അതായത് എന്താണ്? ബാക്കും ഫ്രോത്തോ. ഓക്കെ, ബാക്ക് ഫ്രോത്ത് മോഷൻ, ആ ഒരു മോഷനിലാണ് എന്ത്? ഇതിൽ പി വേവ്സിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, പാരലൽ ആയിരിക്കും. ബട്ട് എസ് വേവ്സ് വരുമ്പോൾ എന്താണ്? അത് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. സോ അതാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. എന്താണ്? അപ്പ് ആൻഡ് ഡൗൺ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ, എസ് വേവ്സ്. സോ അതും എന്തായിരിക്കും? അപ്പോൾ റൈറ്റ് ആണ്. അപ്പോൾ രണ്ടിലും എന്താണ്? കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2. അപ്പോൾ പി വേവ്സ് എന്ന് വെച്ചാൽ മോർ ഫാസ്റ്റർ ടു അറൈവ് സർഫസ് ആണ്. സൗണ്ട് വേവ്സ് പി വേവ്സിന് എക്സാമ്പിളാണ്. എന്ന് വെച്ചാൽ എന്താണ്? ദ വേവ്സ് ക്യാൻ ട്രാവൽഡ് ത്രൂ ഏതൊക്കെ സർഫസിൽ കൂടെ? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സർഫസ്. ദെൻ ലാസ്റ്റ് പറയുന്നത് എന്താണ്? പാരലാണ്. അതെന്താണ്? അതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്? പാരലായിരിക്കും.
ദെൻ SVS പറയുന്നത് എന്താണ്, അറൈവ് സർഫസ് അറ്റ് എ ലാഗ് ആയിരിക്കും. ദെൻ അതിന് എന്താണ് സോളിഡ് കൂടെ മാത്രമേ കടന്നു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ദെൻ അതിൻ്റെ ട്രാവൽ എങ്ങനെയായിരിക്കും, പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ, അതായത് എന്താണ് അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിലായിരിക്കും എന്താ അത് ട്രാവൽ ചെയ്യുന്നത്. സോ അതാണ് SVSഉം PVSഉം തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. നെക്സ്റ്റ്, with reference to coal-based thermal power plants in India, consider the following statements. None of them uses salt water. None of them is set up in water-stressed district. None of them is privately owned. ഓക്കെ, കാരണം ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നമുക്കറിയാം 3 എന്താണ് എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് 3 തെറ്റാണ്. കാരണം നൺ ഓഫ് ദം യൂസസ് സീ വാട്ടർ, അത് കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റ്സിൽ ഒന്നും എന്താണ് സീ വാട്ടർ യൂസ് ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ചില കോൾ ബേസ്ഡ് പവർ പ്ലാന്റ് തെർമൽ പവർ പ്ലാന്റ്സ് എന്താണ് ഈ സീ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി മുന്ദ്ര തെർമൽ പവർ പ്ലാന്റ്. ഓക്കെ, അതെവിടെയാണ്, ഗുജറാത്തിലാണ്. അതുകൊണ്ട് അത് എവിടെ നിന്നായിരിക്കും, അറേബ്യൻ സീന്ന്. ഓക്കെ, അറേബ്യൻ സീന്ന് എന്താണ് സീ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ് വൺ, നൺ ഓഫ് ദം ഈ സെറ്റപ്പ് ഇൻ വാട്ടർ സ്ട്രെസ്ഡ് ഡിസ്ട്രിക്റ്റ്. അഗെയിൻ ഈ മുൻഡ്ര തെർമൽ പവർ പ്ലാന്റ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഗുജറാത്തിലാണ്. സോ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ആരിഡ് ക്ലൈമറ്റ് ആണ്. അതുപോലെ എന്താണ് ലിമിറ്റഡ് വാട്ടർ റിസോഴ്സ് ആയിരിക്കും, ലിമിറ്റഡ് വാട്ടർ റിസോഴ്സ്. സോ അതുകൊണ്ട് എന്താണ് അത് വാട്ടർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ മുൻഡ്ര തെർമൽ പവർ പ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. തേർഡ് വൺ, നൺ ഓഫ് ദം ഈസ് പ്രൈവറ്റ്ലി ഓൺഡ്. ഒന്നും എന്താണ് പ്രൈവറ്റ്ലി ഓൺഡ് അല്ലെന്നാണ് പറയുന്നത്. പക്ഷേ അതെന്താണ് തെറ്റാണ്. കാരണം പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ള ഒരുപാടുണ്ട്, ഇൻക്ലൂഡിങ് ടാറ്റയുടെ ഉണ്ട്, അതുപോലെ അദാനി ഉണ്ട്, റിലയൻസ് ഉണ്ട്. സോ ഇവരുടെ എല്ലാം കോൾ ബേസ്ഡ് ആയിട്ടുള്ള തെർമൽ പവർ പ്ലാന്റ്സും ഉണ്ട്. സോ അതുകൊണ്ട് എന്താണ് പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടും ഉണ്ട്. സോ എന്താണ് 3 സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും, നണ്ണാണ്. ഓക്കെ, നെക്സ്റ്റ്, Wolbachia method is sometimes talked about with reference to which one of the following? Controlling the viral diseases spread by mosquitoes, converting crop residues into packing material, producing biodegradable plastics, producing biochar from thermochemical conversion of biomass. സോ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് വൂൾബാക്കിയ മെത്തേഡിനെ പറ്റി കറക്റ്റായിട്ട് പറയുന്നതാണ് ചോദിച്ചിരുന്നത്. സോ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ. എന്തുമായിട്ടുള്ള അതാണ് കൺട്രോളിങ് ദ വൈറൽ ഡിസീസസ് സ്പ്രെഡ് ബൈ മസ്കിറ്റോസ്. അതാണ് എന്ന് പറയുന്നത് വൂൾബാക്കിയ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് ആലോചിച്ചാൽ മതി, ഒരു ബാക്ടീരിയ ആയിരിക്കും എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്, മസ്കിറ്റോസിലൊക്കെ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് എന്ന് പറയുന്നത് വൂൾബാക്കിയ എന്ന് പറയുന്നത്. അതായത് 60% ഓഫ് ദ ഇൻസെക്ട് സ്പീഷീസിൽ എന്താണ് ഈ ഒരു വൂൾബാക്കിയ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വൂൾബാക്കിയ എന്താണ് പുറത്തുനിന്ന് വരുന്ന, അതായത് മറ്റ് സ്പ്രെഡ് ആകുന്ന ഡിസീസസ്, വൈറൽ ഡിസീസസ് സ്പ്രെഡ് ആകുന്ന മസ്കിറ്റോസിനെ എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം അതിൽ വെക്ടറായിട്ട് നിൽക്കുന്ന ആ ഒരു മസ്കിറ്റോയിൽ എന്താണ് ഈ വൂൾബാക്കിയ ഉണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന വൈറസിനെ എന്താണ് നശിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ഇത് വൈറൽ ഡിസീസ് സ്പ്രെഡ്, മസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യുന്ന വൈറൽ ഡിസീസിനെ എന്താണ് കൺട്രോൾ ചെയ്യും. അപ്പോൾ നോർമലി ഉള്ള മസ്കിറ്റോസിൻ്റെ കൂട്ടത്തിലേക്ക് എന്താണ് ഈ വൂൾബാക്കിയ ഇൻക്ലൂഡ് ആയിട്ടുള്ള മസ്കിറ്റോസിനെ നമ്മളെന്താണ് സ്പ്രെഡ് ചെയ്ത് വിട്ടാൽ അതെന്താണ് പിന്നീട് മറ്റ് മസ്കിറ്റോസിനെ നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിലുള്ള വെക്ടറിനെ എന്താണ് നശിപ്പിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ ആണ്, കൺട്രോളിങ് ദ വൈറൽ ഡിസീസസ് സ്പ്രെഡ് ബൈ മസ്കിറ്റോസ് ആയിരിക്കും ഏത് വൂൾബാക്കിയ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കൺസിഡർ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. Spreading finely ground basalt rock on farmlands extensively. Second one, increasing the alkalinity of oceans by adding lime. Third one, capturing carbon dioxide released by various industries and pumping it into abundant subterranean mines in the form of carbonate waters. How many of the above activities are often considered and discussed for carbon capture and sequestration? Okay, അപ്പോൾ ഫസ്റ്റ് പറയുന്നതാണ് ഇവിടെ പറയുന്നതിനെ പറ്റിയാണ് കാർബൺ ക്യാപ്ചർ ആൻഡ് സിക്വസ്ട്രേഷനിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് കൺസിഡർ ചെയ്യാനാണ് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് വൺ, സ്പ്രെഡിങ് ഫൈൻലി ഗ്രൗണ്ട് ബാസാൾട്ട് റോക്ക് ഓൺ ഫാം ലാൻഡ്സ് എക്സ്റ്റെൻസീവ്ലി. അപ്പോൾ അത് എന്താണ് കാർബൺ ക്യാപ്ചറിനും അതുപോലെ എന്താണ് സെക്വസ്ട്രേഷനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് കാർബൺ ക്യാപ്ചർ ആൻഡ് സെക്വസ്ട്രേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യാപ്ചറിങ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ from sources such as power plant, industries, etc. Okay, സോ എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിനെ സ്റ്റോർ ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പ്രോസസ്സിന് എന്ത് കാർബൺ
ക്യാപ്ചർ ആൻഡ് സെക്വസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഉള്ള ഈ 3 പ്രോസസ്, അതായത് സ്പ്രെഡിങ് ഫൈനലി ഗ്രൗണ്ട് ബാസാൾട്ട് റോക്ക് ആൻഡ് ഫാം ലാൻഡ് എക്സ്റ്റെൻസീവ്ലി, ദെൻ ഇൻക്രീസിങ് ആൽക്കലിനിറ്റി ഓഫ് ഓഷൻസ് ബൈ ആഡിങ് ലൈം ആൻഡ് ക്യാപ്ചറിങ് കാർബൺ ഡയോക്സൈഡ് റിലീസ്ഡ് ബൈ വേരിയസ് ഇൻഡസ്ട്രീസ് ആൻഡ് പമ്പിങ് ഇറ്റ് ഇൻ ടു അബണ്ടൻറ്റ് സബ്റ്ററീൻസ് മൈൻസ് ഇൻ ദ ഫോം ഓഫ് കാർബണേറ്റഡ് വാട്ടേഴ്സ്. അപ്പോൾ ഈ 3 ഇതിലും എന്താണ്, നമ്മൾ കാർബൺ ക്യാപ്ചറും അതുപോലെ എന്താണ് സെക്വസ്ട്രേഷൻ ആ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ വരുന്നതായിരിക്കും ഓപ്ഷൻ സി ആണ്. ഓൾ 3 എന്താണ് അതിൽ യൂസ് ചെയ്യും. സോ അതാണ് 68th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 69. Aerial metagenomics best refers to which one of the following situations? Option A, collecting DNA samples from air in the habitat at one go. Second one, understanding the genetic makeup of avian species of a habit. Third, C, using airborne devices to collect the samples from moving blood animals. 4, option D, sending drones to inaccessible areas to collect plant and animal samples from land surfaces and water bodies. സോ ഇതിൽ ഏതാണ് ഏരിയൽ മെറ്റാജെനോമിക്സ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അഗൈൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, കളക്ടിങ് DNA samples from air in a habitat at one go. Okay, so it involving collecting and analyzing genetic materials, okay, from എയർബോൺ പാർട്ടിക്കിൾസ് പ്രസൻറ്റ് അറ്റ് ദ അറ്റ്മോസ്ഫിയർ. സോ അതാണ് എന്ത് പറയുന്നത് ഏരിയൽ മെറ്റാജെനോമിക്സിൽ പറയുന്നത്. ഓക്കെ, സോ ഈ ജെനോമിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം സംതിങ് റിലേറ്റഡ് ടു ജീനാണ്. സോ ഇവിടെ പറയുന്നത് എന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് കളക്ടിങ് ആൻഡ് അനലൈസിങ് ജെനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, കളക്ടിങ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ DNA മാത്രമേ ഉള്ളൂ. സോ ജെനറ്റിക് മെറ്റീരിയൽ സാമ്പിൾ ഫ്രം എയർ ഇൻ എ ഹാബിറ്ററ്റ് അറ്റ് വൺ ഗോ. ഓക്കെ, സോ അതാണ് 69. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ്, microsatellite DNA is used in the case of which one of the following? Option A, studying the evolutionary relationship among various species of fauna. Second one, stimulating stem cells to transfer into diverse functional tissues. Option C, promoting clonal propagation of horticultural plants. Option D, assessing the efficacy of drugs by conducting series of drug trials in a population. So ഇതിൽ ഏതാണ് മൈക്രോസാറ്റലൈറ്റ് DNA യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ മൈക്രോസാറ്റലൈറ്റ് DNA യൂസ് ചെയ്യുന്ന ഏതിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. widely used in molecular biology and genetics for application such as studying the evolutionary relationship among various species of fauna. ഓക്കെ, സോ ഇതിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. സോ ഇത് എന്തിനാണ്? മോളിക്കുലർ ബയോളജിയിലും അതുപോലെ എന്താണ് ജെനറ്റിക്സിലും ഒക്കെ എന്താണ് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. സോ മൈക്രോസാറ്റലൈറ്റ് DNA സ്റ്റഡിങ് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എമോങ് വേരിയസ് സ്പീഷീസ് ഓഫ് ഫ്യൂണ അതിന് വേണ്ടി എന്താണ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. നെക്സ്റ്റ് വൺ, consider the following statement with reference to India. First statement, according to Micro, Small and Medium Enterprises Development, the MSMED Act 2006, the medium enterprises are investment in those with the plant and machinery between 50 crore and 25 crore. Second one, all banks loan to micro, small and medium enterprises qualify under the priority sector. So ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു MSMED Act 2006, മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദോസ് വിത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി ബിറ്റ്വീൻ 15 crore ആൻഡ് 25 crore എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും നോക്കാം. മൈക്രോ എൻ്റർപ്രൈസ് ഉണ്ട്, സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്. അപ്പോൾ മൈക്രോയിലാണെങ്കിൽ മൈക്രോ വരുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് നോട്ട് എക്സീഡ് ₹1 crore ആണ്. ഓക്കെ, 1 crore ആൻഡ് ടേൺ ഓവർ എങ്ങനെയായിരിക്കും? 5 crore കൂടാനും പാടില്ല. ₹5 crore കൂടാൻ പാടില്ല. സോ അതാണ് ഏതിൽ വരുന്നത്? മൈക്രോയിൽ വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഏതാണ് വരുന്നത്? സ്മോൾ. ഇവിടെ ആയിട്ട് എഴുതാം. സ്മോൾ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 10 crore കൂടാനായിട്ട് പാടില്ല. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെൻറ്റ് 10 crore കൂടാനായിട്ട് പാടില്ല. അതുപോലെ ടേൺ ഓവർ 50 crore കൂടാൻ പാടില്ല. സോ അതാണ് സ്മോൾ വരുന്നത്. സോ നെക്സ്റ്റ് ഇനി അടുത്ത ഏതാണ്? മീഡിയം. മീഡിയം ആകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയിൽ കൂടാൻ പാടില്ല? 50 crore കൂടാൻ പാടില്ല. അതുപോലെ ടേൺ ഓവർ 250 crore കൂടാൻ പാടില്ല. ഓക്കെ, സോ മൈക്രോയിൽ 1 crore കൂടാൻ പാടില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് 1 crore കൂടാൻ പാടില്ല, ടേൺ ഓവർ
5 crore കൂടാൻ പാടില്ല. അതുപോലെ സ്മോളിലാകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 10 crore കൂടാൻ പാടില്ല, ടേൺ ഓവർ 50 crore കൂടാൻ പാടില്ല. മീഡിയം ആകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 50 crore കൂടാൻ പാടില്ല, ടേൺ ഓവർ 250 crore കൂടാൻ പാടില്ല. സോ അതാണ് ഏത് MSMEയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ പറയുന്നത് എന്താണ്, മീഡിയം എൻ്റർപ്രൈസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, 15 crore ആൻഡ് 25 crore എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ മീഡിയത്തിൽ നമ്മൾ പറഞ്ഞു എത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് 50 crore കൂടാനായിട്ടാണ് പാടില്ലാത്തത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് എത്രയാണ്, മീഡിയത്തിൽ വരുമ്പോൾ 50 ആണ് വരുന്നത്, 50 crore ആണ് വരുന്നത്. അതുപോലെ ടേൺ ഓവർ 250 crore ആണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എത്രയാണ്, 15 crore to 25 crore എന്നാണ് പറയുന്നത്. പക്ഷേ അതെന്താണ്, മീഡിയത്തിലല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ് വരുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, all banks loan to micro, small and medium enterprises qualify under the priority sector. ഓക്കെ, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ എന്താണ്, ഇത് ക്വാളിഫൈ ആവണമെന്നാണ് പറയുന്നത്. സോ അതെന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും, 2 only മാത്രമായിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. കാരണം ഒന്നാമത് നമ്മൾ പറഞ്ഞു മൈക്രോ ആയാലും സ്മോൾ ആയാലും മീഡിയം ആയാലും അതിൻ്റെ റേഞ്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് 72. With reference to central bank digital currencies, consider the following statement. It is possible to make payments in a digital currency without using US dollar or SWIFT system. Second one, a digital currency can be distributed with a condition programmed into it such as time frame for spending it. So, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഒന്ന് നോക്കി, ഇറ്റ് ഈസ് പോസിബിൾ ടു മേക്ക് പേയ്മെൻറ്റ് ഇൻ എ ഡിജിറ്റൽ കറൻസി വിത്തൗട്ട് യൂസിങ് US dollar ഓർ സ്വിഫ്റ്റ് സിസ്റ്റം. സോ അതെന്താണ്, ശരിയാവാം. കാരണം എന്താണ്, US ഡോളറിനോ അല്ലെങ്കിൽ സ്വിഫ്റ്റ് സിസ്റ്റം യൂസ് ചെയ്യാൻ നമുക്ക് എന്താണ് ഡിജിറ്റൽ കറൻസിയിൽ പേയ്മെൻറ്റ് മേക്ക് ചെയ്യുക എന്നത് പോസിബിൾ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ സെക്കൻഡ്, ഡിജിറ്റൽ കറൻസി ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് എ കണ്ടീഷൻ പ്രോഗ്രാംഡ് ഇൻറ്റു ഇറ്റ് സച്ച് ആസ് എ ടൈം ഫ്രെയിം ഫോർ സ്പെൻഡിങ് ഇറ്റ്. ഇതും എന്താണ്, ശരിയാണ്. കാരണം ക്യാൻ ബി പ്രോഗ്രാംഡ് യൂസിങ് സ്മാർട്ട് കോൺട്രാക്ട്സ് അല്ലെങ്കിൽ എന്താണ്, വേറെ മെക്കാനിസംസ് ഉണ്ട്. സോ ടു ഇൻക്ലൂഡ് കണ്ടീഷൻസ് ടു യൂസേജ്. സോ ഇത് വെച്ച് എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇത് സ്പെസിഫിക് ടൈം ഫ്രെയിം ക്രിയേറ്റ് ചെയ്യും, അതുപോലെ എന്താണ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും, അതുപോലെ ഓട്ടോമാറ്റഡ് ഇൻസെൻറ്റീവ്സ് കൊണ്ടുവരും. ഇതെല്ലാം എന്താണ് ഈ ഒരു പ്രോസസ് വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അതും എന്താണ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ സി ആണ് വരുന്നത്. ബോത്ത് 1 and 2 രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് റൈറ്റ് ആണ്. സോ അതാണ് 72ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 73. In the context of finance, the term beta refers to the process of simultaneously buying and selling of an asset from different platforms. B. An investment strategy of a portfolio manager to balance risk versus a reward. C. A type of systematic risk that arises where perfect hedging is not possible. D. A numeric value that measures the fluctuation of a stock to change the overall stock market. അപ്പോൾ ഏതാണ് ബേറ്റ കൊണ്ട് റെഫേഴ്സ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാൻ പറ്റൂ. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. ഇറ്റ്സ് എ ന്യൂമറിക് വാല്യൂ ദാറ്റ് മെഷേഴ്സ് ദ ഫ്ലക്ച്വേഷൻസ് ഓഫ് എ സ്റ്റോക്ക് ടു ചേഞ്ചസ് ഇൻ ദ ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റാണ് പറയുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ബേറ്റ നമുക്ക് 3 ഉണ്ട്. 1.0 ഉണ്ട്, അതുപോലെ ഗ്രേറ്റർ ദാൻ 1 ഉണ്ട്. ഇത് ബേറ്റ ഗ്രേറ്റർ ദാൻ 1, അതുപോലെ ബേറ്റ ലെസ് ദാൻ 1 ഉണ്ട്. ഓക്കെ, സോ 1.0 അല്ലെങ്കിൽ 1.1 എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോക്ക് സ്റ്റോക്സ് മൂവിങ് ടാൻഡം വിത്ത് മാർക്കറ്റ്. അതായത് മാർക്കറ്റിൻ്റെ ആ ഒരു ഇതിൽ എന്താണ് സ്റ്റോക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഫ്ലക്ച്വേഷൻസ് വളരെ കുറവായിരിക്കും, ഫ്ലക്ച്വേഷൻസും ഉണ്ടാവുന്നില്ല. ബട്ട് ബേറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ്, 1നെക്കാട്ടിയും കൂടുതലാണ് ബേറ്റ എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, സ്റ്റോക്ക് മോർ വോളറ്റൈൽ ആയിരിക്കും. സ്റ്റോക്ക് മോർ വോളറ്റൈൽ ആയിരിക്കും. സോ നെക്സ്റ്റ് ബേറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും, തിരിച്ചായിരിക്കും, സ്റ്റോക്ക് ലെസ് വോളറ്റൈൽ ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ സ്റ്റോക്ക് എന്തായിരിക്കും, മോർ വോളറ്റൈൽ ആയിരിക്കും. ബേറ്റ ലെസ് ദാൻ ആണെങ്കിൽ എന്തായിരിക്കും, 1നെക്കാൾ ലെസ് ദാൻ ആണെങ്കിൽ ലെസ് വോളറ്റൈൽ ആയിരിക്കും. 1 ആണെങ്കിൽ എന്താണ്, അവിടെ സ്റ്റോക്ക് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു വോളറ്റൈൽ ഇല്ലാതെ എന്താണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് അതിനർത്ഥം. സോ ബേറ്റ എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ്സ് എ ന്യൂമറിക് വാല്യൂ ദാറ്റ് മെഷേഴ്സ് ദ ഫ്ലക്ച്വേഷൻസ് ഓഫ് എ സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ ഫ്ലക്ച്വേഷൻസ്, അത് ബേറ്റ ഒന്നിൽ കൂടുതലാവാം, ഒന്നിൽ കുറവും ആവാം, ഒന്ന് തന്നെ ആവാം. സോ ടു ചേഞ്ച് ഇൻ ദ ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റ്. സോ അതിനെയാണ് ബേറ്റ എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. Next question, 74.
The self-help groups SSG programs was originally initiated by the State Bank of India by providing microcredit to the financial deprived. In an SSG, all members of a group take responsible for a loan that an individual member takes. Third one, the regional rural banks and scheduled commercial banks support SSGs. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് എന്താണ് പറയുന്നത്, ദ SSG പ്രോഗ്രാം വാസ് ഒറിജിനലി ഇനിഷ്യേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതാരാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല. കാരണം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം എന്തായാലും എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഒന്നും ആയിരിക്കത്തില്ല കൊണ്ടുവരുന്നത്. മിക്ക പ്രോഗ്രാംസും ആരൊക്കെ ആയിരിക്കും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ഒന്നുകിൽ RBI ആയിരിക്കും അല്ലെങ്കിൽ നബാർഡ് പോലുള്ള സംരംഭങ്ങളായിരിക്കും. സോ ഇവിടെ ഇത് ആരാണ് കൊണ്ടുവന്നത്, ഇത് നബാർഡാണ് കൊണ്ടുവന്നത്. ഓക്കെ, സോ ഇതാരാണ്, നബാർഡാണ് കൊണ്ടുവന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. Then in an SSG, all members of a group take responsibility for a loan that an individual member takes. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ മെമ്പർ ഒരു ലോൺ എടുത്താൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതിലെ എല്ലാ മെമ്പേഴ്സിനും ഉണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലെ അയൽക്കൂട്ടങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ കുടുംബശ്രീ പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്താണ് അതിലിത് മനസ്സിലാവുന്നതാണ്. കാരണം അവിടെ എന്താണ് ഒരു മെമ്പർ ഒരു ലോൺ എടുക്കുന്നത് എന്താണ് എല്ലാ മെമ്പേഴ്സും അതിൽ റെസ്പോൺസിബിൾ ആയിരിക്കും. ഓക്കെ, സോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് വരുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആൻഡ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് സപ്പോർട്ട് SSG. ഓക്കെ, കോമൺ ആയിട്ടുള്ളൊരു ഇതാണ്. കാരണം എന്താണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് എന്താണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും, ആൻസർ 2 and 3 ഓൺലി ആയിരിക്കും. അതായത് ഓപ്ഷൻ ബി ആണ് ഓൺലി 2 സ്റ്റേറ്റ്മെൻറ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ശരിയുള്ളൂ. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്ത് ഒറിജിനലി ഇനിഷ്യേറ്റ് ചെയ്തത് ആരാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, പകരം നബാർഡാണ്. ഓക്കെ, സോ അതാണ് റോങ് ആൻസർ പറയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 and 3 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ഓൺലി 2. Next question. Consider the following statement. Statement 1. India's public sector healthcare system largely focuses on curative care with limited preventive, promotive and rehabilitative care. Second one. Second statement. Under India's decentralized approach to healthcare delivery, the states are primarily responsible for organizing health services. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. സോറി, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. India's public health care system largely focus on curative care with limited preventive, promotive and rehabilitative care. ഓക്കെ, കാരണം ഇന്ത്യയുടെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, അത് ക്യൂറേറ്റീവ് കെയർ ആണ് പറയുന്നത്. അതായത് നമുക്ക് ഒരു അസുഖം വന്നതിന് ശേഷം മാത്രം നമ്മൾ പോയി ചികിത്സിക്കുന്ന ആ ഒരു ഇതാണെന്ത് ഇന്ത്യയുടെ ഹെൽത്ത് സിസ്റ്റത്തിൽ പറയുന്നത്. അല്ലാതെ നമുക്ക് ലിമിറ്റഡ് പ്രിവെൻറ്റീവ്, പ്രൊമോട്ടീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ആണുള്ളത്. അത് ലിമിറ്റഡ് ആണ്. പക്ഷേ നമ്മൾ കൂടുതൽ എന്താണ് രോഗം വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എന്താണ് രോഗം വരാതിരിക്കാൻ നോക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെയാണ്. ഓക്കെ, അതായത് ക്യൂറേറ്റീവ് കെയർ ആണ് വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. അണ്ടർ ഇന്ത്യസ് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് ടു ഹെൽത്ത് കെയർ ഡെലിവറി ദ സ്റ്റേറ്റ്സ് ആർ പ്രൈമലി റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിങ് ഹെൽത്ത് സർവീസസ്. ഓക്കെ, സ്റ്റേറ്റ്സ് ആണ് എന്ത് ഹെൽത്ത് സർവീസിൻ്റെ ഇതിൽ പ്രൈമറി റെസ്പോൺസിബിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതും എന്താണ് ശരിയാണ്. കാരണം നമുക്കറിയാം ഹെൽത്ത് സെക്ടറൊക്കെ വരുമ്പോൾ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിൽ വരുന്നുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇത് ഹെൽത്ത് വരുന്നത്. സോ അതുകൊണ്ട് എന്താണ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് പ്രൈവറ്റ്ലി നോക്കുന്നു എന്ന് പറയുന്നത് എന്തായിരിക്കും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പക്ഷേ ഇന്ത്യ ക്യൂറേറ്റീവ് കെയറിൽ ഫോക്കസ് ചെയ്യുന്നു എന്നതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല രണ്ടാമത് പറയുന്നത്. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിലും എന്താണ് ഫസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല എന്ത് രണ്ടാമത് നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് ഏതായിരിക്കും ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല പറയുന്നത്. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിലും എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ എക്സ്പ്ലനേഷൻ അല്ല സ്റ്റേറ്റ്മെൻറ്റ് 2 തരുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഈ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലേക്ക് അറിയിക്കാം. സോ നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസും കൂടെ ആകുമ്പോൾ 2023 നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 9094485485 Trivandrum.